അത്ഭുതങ്ങൾ വീണ്ടും കാണേണ്ടവന് എന്റെ കണ്ണുകൾ തുറക്കണമോ? നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ അത്ഭുതങ്ങൾ കാണണം. യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ ദൈവം അവിടെ ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ ദാസനായ യൂദ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം നിങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിക്കും. രണ്ടാമതായി പറയുന്നത്, തൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ മുമ്പാകെ കളങ്കമില്ലാത്തവരായി ദൈവം നിങ്ങളെ നിർത്തും. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിശാചിന്റെ ഒരു പ്രത്യേകതയാണ്, പിശാച് വീഴുവാൻ വേണ്ടി തള്ളുന്നവനാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, നിൽക്കുന്നു എന്ന് പറയുന്നവൻ വീഴാതെ നിൽക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. ഓർത്തുകൊള്ളണം, നിന്നെ മുമ്പിൽ നിന്നും ചിലപ്പോൾ പുറകോട്ട് അവൻ തള്ളും, ചിലപ്പോൾ പുറകിൽ നിന്നും അവൻ നിന്നെ മുന്നോട്ട് തള്ളും. പക്ഷേ മുന്നിൽ നിന്ന് പുറകോട്ട് തള്ളിയാലും പുറകിൽ നിന്ന് മുന്നിലോട്ട് തള്ളിയാലും നീ പറയണം, എടാ പിശാചേ, യേശു എന്റെ കൂടെ ഉള്ളിടത്തോളം, കർത്താവ് എന്റെ കൂടെ ഉള്ളിടത്തോളം, ദൈവം എന്റെ കൂടെ ഉള്ളിടത്തോളം, ദൈവത്തിന്റെ കൃപ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു ദുഷ്ട പിശാചിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതെ, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. യേശുവിൻ്റെ നാമത്തിൽ നീ പറ്റിയിരിക്കേണ്ടത് ആരോടായാണ്? യേശുവിനോട് നീ പറ്റിയിരുന്നാൽ എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അങ്ങനെ ചോലയ്ക്കത്ത കണ്ണുള്ള ഒരു ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് നീ അറിഞ്ഞുകൊള്ളണം. നിന്നെ വീഴുവാൻ തള്ളും, തള്ളത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഒരുപാട് ഭക്തന്മാരെ തള്ളി, ഒരുപാട് കഴിവുള്ളവരെ തള്ളി മറിച്ചിട്ടു, ഒരുപാട് വിശുദ്ധന്മാരെ തള്ളി തകർത്ത് തരിപ്പിടമാക്കി അഭിഷക്തമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട പല ഉന്നതന്മാരെയും പിശാച് തള്ളി തകർത്തിട്ടു. ഒരുപാട് കഴിവുള്ളവരെ നിസ്സാരം പോലെ പിശാച് ഊതി തള്ളിക്കളഞ്ഞു, പകർത്തു തരിപ്പിടമാക്കി കളഞ്ഞു. എന്നാൽ അതിന്റെ മധ്യത്തിൽ മാർച്ച് മാസം ഈ 2-ാമത്തെ ആഴ്ചയിൽ നീ നിലനിൽക്കുന്നതിന്റെ 1-ാമത്തെ കാരണം നിന്റെ കാലിന്റെ ബലമല്ല, നിന്റെ മുട്ടിന്റെ ബലമല്ല, നീ കഴിക്കുന്ന മരുന്നിന്റെ ബലമല്ല, രക്തത്താല് ജയം, നിന്റെ ഒന്നുവടിയുടെ ബലമല്ല, നിന്റെ കുടുംബത്തിന്റെ ബലമല്ല. വീഴാതെ വണ്ണം ഇതുവരെ നിന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന്, ദൈവം നിന്നെ താങ്ങിയതാണെന്ന്. അതുകൊണ്ട് യൂദ പറഞ്ഞിരിക്കുന്നു, വീഴാതെ വണ്ണം നിന്നെ ഇതുവരെ സൂക്ഷിച്ചത് ഇന്നും ഈ ഞായറാഴ്ചയുടെ പകൽക്കാലവും നീ ദൈവത്തെ സ്തുതിക്കാൻ കാരണം, ദൈവത്തിന്റെ കൃപയെ നിൽക്കുവാൻ കാരണം നിന്റെ പാരമ്പര്യമല്ല ഓർത്തുകൊള്ളണം. പിന്നെ വീഴുവാൻ തക്കവണ്ണം നിന്നെ അവൻ തള്ളി, പക്ഷേ ദൈവം തന്റെ മുറിഞ്ഞ കരം കൊണ്ട് അവൻ നിന്നെ താങ്ങിയതാണ്. 12 ശിഷ്യന്മാരിൽ ഏറ്റവും മിടുക്കനായ ശിഷ്യനാണ് പത്രോസ്. മറ്റ് 12 പേരും 11 പേരും മിടുക്കരെന്നല്ല, അവരൊക്കെ മിടുക്കര് തന്നെയാണ്. പക്ഷേ പത്രോസ് ഏത് കാര്യത്തിലും മുൻപന്തിയിൽ വന്ന് നിൽക്കുന്നവനാണ്. ഒരിക്കലും ചോദിച്ചു, ശിഷ്യന്മാരെ വളച്ചിരുത്തിയിട്ട് യേശു ചോദിച്ചു, ഫിലിപ്പിയിലെ കൈസരിയിൽ വെച്ച് ചോദിച്ചു, യേശു ക്രിസ്തുവിനെ ആരെന്ന് പറയുന്നു? അപ്പോൾ 11 പേരും തല കുനിച്ചിരിക്കുമ്പോൾ 1000 അക്ഷരം എഴുതുവാൻ അറിഞ്ഞുകൂടാത്ത പത്രോസ് തല ഉയർത്തി വിളിച്ചു പറഞ്ഞു, നീ ആരെന്ന് എനിക്കറിയാം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ. ഒരിക്കൽ ഈ പത്രോസിനെ നോക്കിക്കൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, പത്രോസ്, ഗോതമ്പ് പാറ്റുന്നത് പോലെ പിശാച് നിന്നെ പാറ്റി എറിഞ്ഞു കളയാ.
ചെയ്യാൻ എന്നോട് അനുവാദം ചോദിച്ചതാ. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തു. നീ വീഴാതെ വണ്ണം നീ അറിയാവേ ഞാൻ നിന്നെ താങ്ങി. നീ അറിയാവെ ഞാൻ നിന്നെ വിടുവിച്ചു. നീ അറിയാതെ എന്റെ കരം നിന്റെ മേലുണ്ടായിരുന്നു. പിശാച് നിന്നെ പാറ്റി കടലിൽ എറിയുമായിരുന്നു. പിശാച് നിന്നെ തകർത്ത് കളയുമായിരുന്നു. പിശാച് നിന്നെ ഉടച്ചു കളയുമായിരുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ നിന്നെ വിടുവിച്ചു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മധ്യസ്ഥത, ദൈവത്തിന്റെ കരുണ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കരം വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഇമ്മാനുവേലിന്റെ ചിറകിന്റെ മറവ്. എത്ര പേര് സ്തോത്രം ചെയ്യുന്നു. ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നീ തകരാതെ വണ്ണം നിന്നെ പരിപാലിച്ചത് ദൈവത്തിന്റെ കരുണയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്. അവർ ദൈവത്തെ കരങ്ങളെ അടിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തും. യൂദായുടെ ലേഖനം വീണവരുടെ ചരിത്രമാണ്. യൂദായുടെ ലേഖനം നിങ്ങൾ വായിച്ചാൽ ഒരുപാട് പേര് അവിടെ വീണുപോയി. വീണവരെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് യൂദായുടെ ലേഖനം. ഇന്നാര് വീണു, ഇന്നാര് വീണു, ഇന്നാര് വീണുപോയി, ഇന്നാര് തകർന്നു പോയി. ദൂതന്മാര് വീണു, ശക്തന്മാര് വീണു, ബിലിയാൻ വീണു, ദുരുപദേശത്തിൽ ഒരുപാട് പേര് വീണു. അങ്ങനെ വീണ ചരിത്രങ്ങൾ എഴുതി എഴുതി വെച്ചിട്ടൊരു വാണിംഗ് തന്നിട്ട് 24-ാമത്തെ വാക്യത്തിൽ ആത്മാവ് എഴുതി വെച്ചു, പേടിക്കണ്ട, ദൂതന്മാര് വീണുപോയി, അഗ്രഗണ്യനായ പ്രവാചകൻ ബിലിയാം വീണുപോയി, ദുരുപദേശത്തിൽ സഭകൾ വീണുപോയി, സോദോം ഗൊമോറ വീണുപോയി, അഗ്നിക്കിരയായി തീർന്നു, അനേക ശക്തന്മാർ വീണുപോയി, കായീൻ വീണുപോയി, ബലവാന്മാർ വീണുപോയി, പട്ടണങ്ങളെ വിറപ്പിച്ച വില്ലന്മാർ വീണുപോയി, ലോക സാമ്രാട്ടുകളെ വിറപ്പിച്ച ഉന്നവന്മാർ വീണുപോയി എന്ന് പറഞ്ഞിട്ട് സത്യകളിൽ മറഞ്ഞു കിടക്കുന്ന കല്ലുകൾ, ആരാധനയ്ക്കകത്ത് മറഞ്ഞു കിടക്കുന്ന കല്ലുകൾ, വിശുദ്ധ ജീവിതത്തിനകത്ത് കിടക്കുന്ന അശുദ്ധിയുടെ കല്ലുകൾ പുറം മാത്രം ഒരുങ്ങി ചമഞ്ഞു വന്നിരിക്കുന്നു. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളോ അശുദ്ധിയുടെ ജീവിതവുമായി മറഞ്ഞു കിടക്കുന്ന സത്യക്കകത്ത് കല്ലുകൾ പോലെ ജീവിതത്തിൽ കിടക്കുന്ന വ്യക്തി മണ്ഡലങ്ങൾ, വെള്ളമില്ലാത്ത മേഘങ്ങൾ പോലെ വേഗത്തിൽ പറന്നു പോകുന്ന മണ്ഡലങ്ങൾ, ഗ്ലോറി, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് താഴോട്ട് വരുമ്പോൾ യൂദ ആത്മാവിൽ പറയുന്നു, പേടിക്കണ്ട, ഇതൊന്നും കണ്ട് നീ പേടിക്കണ്ട. നിന്നേക്കാൾ പ്രാർത്ഥിക്കുന്നവർ വീണുപോയി, നിന്നേക്കാൾ കരുത്തന്മാർ വീണുപോയി, ശക്തന്മാർ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയി, ഉന്നതന്മാരുടെ കുടുംബ ജീവിതങ്ങൾ പിശാച് വലിച്ചു കീറി തകർത്തു കളഞ്ഞു. അതുകൊണ്ട് നീ പേടിക്കണ്ട, വീഴാതെ വണ്ണം നിന്നെ താങ്ങുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഉണ്ടെന്ന് പറഞ്ഞ് ദൈവം തന്റെ സഭയെ ലേഖനത്തിലൂടെ ധൈര്യപ്പെടുത്തുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും, യെസ് പാസ്റ്റർ, ഞാനത് വിശ്വസിക്കുന്നു. വീഴാതെ വണ്ണം എന്നെ താങ്ങുന്ന ഒരു കരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, പാണു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, തകർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, ചിതറി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഞാൻ തകർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ ഞാൻ ഒന്നറിയുന്നു, വീഴാതെ വണ്ണം എന്നെ താങ്ങുന്ന ഒരു അദൃശ്യമായ കരമുണ്ട്. ഹല്ലേലൂയ. ശത്രു നിന്നെ തള്ളുമ്പോൾ നീ വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നും യൂദായുടെ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന, ശ്രദ്ധിച്ചോളണം, നിന്നെ അവൻ വീഴ്ത്തിക്കളയും, നിന്റെ തലമുറയെ വീഴ്ത്തിക്കളയും. എങ്ങനെയും വീഴ്ത്തിക്കളയാം. ചിലപ്പം ദുരുപദേശത്തിൽ വീഴ്ത്തിക്കളയും. ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് ഒരുപാട് പേര് വീണുപോയിട്ടുണ്ട്. ഭയങ്കര പ്രസംഗകന്മാരെന്ന് പറയുന്നവർ ദുരുപദേശത്തിൽ വീണുപോയിട്ടുണ്ട്. വേണ്ട എന്ന് പറഞ്ഞ് കൈ കഴുകി കളഞ്ഞ പല പാവങ്ങളും വേണം എന്ന് പറഞ്ഞ് സ്വീകരിച്ചവരെ എനിക്കറിയാം. ഫേസ്ബുക്കിലൂടെ വീണ വിശുദ്ധന്മാർ, ഫേസ്ബുക്കിലൂടെ എത്രയോ കുടുംബജീവിതങ്ങൾ തകർന്നുപോയി. പാസ്റ്റേഴ്സിന്റെ കുടുംബങ്ങൾ തകർന്നു.
വാട്സപ്പിലൂടെ തകർന്നു തരിപ്പണമായിട്ടുണ്ട്. ഒരുപാട് കുടുംബ ബന്ധങ്ങൾ. പിശാചിന് നിന്നെ വീഴ്ത്താൻ വലിയ അടവുകളൊന്നും വേണ്ട. ചെറിയ ചെറിയ നൈസ് പരിപാടിയിലൂടെ നിന്നെ വീഴ്ത്തിക്കളയും പിശാച്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചിരിച്ച് മയക്കി എടുത്ത് ഒന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ചോ, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ, ഏതെങ്കിലും മുക്കയിലും മൂലയിൽ വെച്ചോ, ഏതോ ഒരു കുരങ്ങൻ ചിരിച്ചു കാണിച്ചവന്റെ ബന്ധത്തിൽ ഇറങ്ങിപ്പോയതിന്റെ ബന്ധത്തിലെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. നിന്നെ വീഴ്ത്താൻ പിശാചിന് വലിയ അടവുകളൊന്നും പ്രയോഗിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്നെ തള്ളുമെന്ന് പറയുമ്പോൾ നീ വിചാരിക്കുന്നത് നിന്റെ പുറകിൽ വന്ന് കൈയിട്ടൊരു തള്ളുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല നിന്നെ തള്ളുന്നത്. ചിലപ്പോൾ നിന്റെ കൂട്ടുകാരിലൂടെ നിന്നെ തള്ളാം, കൂട്ടുകാരന്മാരിലൂടെ തള്ളാം, വിശ്വാസികളിലൂടെ തള്ളാം, പല നിലയിൽ നിന്നെ തള്ളാം. നീ തള്ളിയാൽ ചെന്ന് വീഴുന്ന ഭാഗമാണ് നിത്യ നരകം. അവിടെയാണ് നിന്നെ തള്ളിയിടുന്നത്. അവിടെ നിന്നെ വീണ്ടെടുക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. അതുകൊണ്ട് വിശ്വാസികൾ വളരെ ശ്രദ്ധിക്കണം. വീഴ്ത്താൻ പിശാചി 24 മണിക്കൂറും നിന്റെ പുറകിലുണ്ട്. ഉറങ്ങിയാലും അവൻ ഉറങ്ങത്തില്ല, നീ ഉറങ്ങിയാലും അവൻ ഉറങ്ങത്തില്ല. പിശാച് ഉറങ്ങത്തില്ല. 24 മണിക്കൂറും ആമേൻ അവർ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അവന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് 24 മണിക്കൂർ നിന്നോട് പോരാടിക്കൊള്ളും. അതുകൊണ്ടാണ് ആമേൻ യൂദായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ലഭിച്ച വിശ്വാസത്തിനു വേണ്ടി നീ പോരാടണം. ഇനിയെങ്കിലും ചതിക്കുഴിയിൽ വീഴരുത്, ഇനിയെങ്കിലും സാത്താന്റെ കുഴിക്കകത്ത് വീഴരുത്. പിശാച് നിന്നെ തള്ളും. ഗ്ലോറി. പിശാച് നിന്നെ തള്ളാൻ വരുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, പിശാച് എന്നെ തള്ളാൻ വരുന്നു. പിശാച് തള്ളാൻ വരുന്നു എന്ന് നോക്കുമ്പോൾ നീ ചെയ്യേണ്ടത് തള്ളാൻ നിന്നു കൊടുക്കരുത്. നിന്നു കൊടുത്താൽ നിന്നെ വലിച്ച് പിശാച് കീറിക്കളയും. പ്രൈസ് ദി ലോർഡ്. ശിംശോനെ പിശാച് പലതവണ തള്ളി. ദൈവം വാണിംഗ് കൊടുത്തു. അപ്പനിലൂടെ പറഞ്ഞു, മോനെ ചെയ്യരുത്, കഴിക്കരുത്, തുടരുത്. അമ്മയിലൂടെ പറഞ്ഞു തുടരുത്. ദൈവാത്മാവ് പറഞ്ഞു, ശിംശോൻ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം വലുതാണ്, നിന്റെ മേൽ കിടക്കുന്ന കൃപ വലുതാണ്, നിന്റെ മേൽ കിടക്കുന്ന ദൈവശക്തി വലുതാണ്. നീ ആകാത്തിടത്ത് പോകരുത്, ആകാത്തിടത്ത് കിടക്കരുത്, ആകാത്തിടത്ത് ഇരിക്കരുത്. നിന്റെ അഭിഷേകം നഷ്ടപ്പെടുന്ന ബന്ധങ്ങൾ നിനക്ക് പാടില്ല. കൃപ നഷ്ടപ്പെടുന്ന മേഖലകളിലൂടെ നിന്റെ പാദങ്ങളെടുത്ത് വെക്കരുതെന്ന് വ്യക്തമായും തിട്ടമായും ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ കാലുകൊണ്ടത് തട്ടി എറിഞ്ഞ് മറുകാല് കൊണ്ട് മുന്നോട്ട് നീങ്ങിയവനെ പിശാച് അടിച്ചു ഒതുക്കിക്കളഞ്ഞു. അവന്റെ കണ്ണിനെ കുത്തിയെടുത്തു, അവന്റെ നഖങ്ങളെ വെട്ടിയെടുത്തു, അവന്റെ അഭിഷേകത്തിന്റെ മുടിയെ കത്തിരിച്ച് കളഞ്ഞ് വില്ലാള് വീരനായി ഫെലിസ്ത്യ കൂട്ടങ്ങൾക്ക് നേരെ ഒരു കഴുവയുടെ താടിയെല്ലുകൊണ്ട് പട്ടണങ്ങളെ വിറപ്പിച്ചവൻ ഇവിടെ ഇതാ പൊട്ട കണ്ണനായി 2 കൈകളും ദാഗോന്റെ ക്ഷേത്രത്തെ ചങ്ങലകളാൽ കെട്ടപ്പെട്ട് അന്ധനായി നിൽക്കുന്ന ചരിത്രം നിൽക്കുന്നു എന്ന് പറയുന്ന ഞാനും നീയും വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. കാൽവറിയുടെ രക്തത്താൽ ജയം പണപരമായി നിന്നെ വീട്ടിക്കളയും. കടം കേറാൻ സാധ്യതയുള്ള മേഖലകളെ വിട്ടൊഴിഞ്ഞുകൊള്ളണം. കടം വന്ന് കേറാൻ സാധ്യതയുള്ള ബിസിനസ്സുകളിൽ നിന്നും മാറിക്കൊള്ളണം. പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ബന്ധങ്ങളിൽ നിന്നും നീ ഒഴിഞ്ഞു മാറിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ കടം കയറി വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ദുഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി, പ്രാവിനെ പോലെ
നിഷ്കളങ്കതയുള്ളവരായി ദൈവത്തെ ആരാധിച്ചു കൊള്ളണം. നിന്നെ തന്നെ സെൽഫ് കൺട്രോൾ, നിന്നെ തന്നെ നിയന്ത്രിക്കണം. നിന്റെ കയ്യെ നിയന്ത്രിക്കണം, നിന്റെ കാലുകളെ നിയന്ത്രിക്കണം, നിന്റെ വായ നിയന്ത്രിക്കണം, നിന്റെ ശബ്ദത്തെ നിയന്ത്രിക്കണം, നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കണം, നിന്റെ കുടുംബ ജീവിതത്തെ നിയന്ത്രിക്കണം, നിന്റെ തലമുറയെ നിയന്ത്രിക്കണം, നിന്നെ നിയന്ത്രിക്കണം, നിന്റെ ബുദ്ധിയെ നിയന്ത്രിക്കണം, നിന്റെ മനസ്സിനെ നിയന്ത്രിക്കണം, നിന്റെ ചിന്തയെ നിയന്ത്രിക്കണം. വിശുദ്ധിയുടെ പാതയിലൂടെ ഒരു തലമുറ കയറി വരട്ടെ. കൽവറിയുടെ രക്തത്തിന്റെ ജയത്തിനായി സ്തോത്രം ചെയ്യട്ടെ. പിശാചിന്റെ യുദ്ധക്കളമാണ് മനുഷ്യന്റെ മനസ്സ്. പ്രൈസ് ദി ലോർഡ്. പിശാച് പ്രവർത്തിക്കുന്നത് മനസ്സിലാണ്. 100 മൈൽ സ്പീഡിൽ നീ വണ്ടി ഓട്ടിക്കുമ്പോൾ പിശാച് പറയും നീ മിടുക്കൻ. പിശാച് പറയും നീ മിടുക്കൻ, അടിപൊളി എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. നിന്റെ മനസ്സിൽ പറയും ആ നീ ഭയങ്കര ഓട്ടിപ്പുകാരനാണല്ലോടെ, കൊള്ളാം, നിന്നെ ആൾക്കാർ കാണുന്നുണ്ട്. കാരണം പിശാചിനറിയാം നിന്നെ വാരിക്കൂട്ടാൻ സമയമായെന്ന് പിശാചിനറിയാം. അപ്പം നിന്റെ മനസ്സിൽ പറയും. നല്ലൊരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പിശാച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നാ പ്രസംഗമായിരുന്നു, അടിച്ച് നീ പൊളിച്ചു കളഞ്ഞല്ലോടാ. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് പോടാ പിശാച് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ തന്നെ ആരെങ്കിലും പുകഴ്ത്താൻ തുടങ്ങിയാ നീ ഓർത്തോളണം, തള്ളാൻ പിശാച് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പോസിറ്റീവായിട്ടുള്ള പോയിന്റുകൾ പറയണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ആവശ്യത്തിൽ കൂടുതൽ നിന്നെ പൊക്കുന്നെങ്കിൽ നീ ഓർത്തോണം, നിനക്കൊരു കുഴി പിശാച് കുഴിച്ചു കഴിഞ്ഞു. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ടുള്ള ഈ പ്രമാണത്തിന് വേണ്ടി നീ യുദ്ധം ചെയ്യണം. സ്തോത്രം പറഞ്ഞാട്ട് കൂടെ ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും ബീഡി വലിക്കുമ്പോൾ നീ മാറിയിരിക്കുമ്പോൾ മറ്റവന്മാർ ചോദിക്കും, എടാ മീശയുള്ളവനെ, നിനക്ക് മീശ തന്ന ദൈവത്തെ അല്ലാതെ പിന്നെ ആരാ പറയാനാ? എടാ ആണുങ്ങളായാൽ ബീഡിയൊക്കെ വലിക്കണോടാ എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കടയിൽ പോയി കാജാബിടി വലിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ മുന്നിൽ സിഗരറ്റ് മേടിച്ച് അവസാന ഭാഗവും വലിച്ച് മൂക്കുകൂടെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നതല്ല യുദ്ധം. കൂട്ടുകാർ പലരും നിന്നെ കളിയാക്കും. കാരണം വെള്ളവും അടിച്ച് കള്ളും കുടിച്ച് പാപവും ചെയ്ത് ഓടെ കിടന്നു ജീവിതത്തിൽ രക്ഷയില്ലാതെ കുടുംബത്തിൽ സ്വസ്ഥതകളില്ലാതെ വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോൾ കറുത്ത ബൈബിളും പിടിച്ച് ദൈവത്തെ സ്തുതിച്ച് കിട്ടുന്ന കൂലി വൈകുന്നേരം പ്രാപിച്ച് പാലും മേടിച്ച് സാധനവും മേടിച്ച് അരിയും മേടിച്ച് പിള്ളേർക്കുള്ള കളിപ്പാട്ടവും മേടിച്ച് നീ വീട്ടിൽ ചെല്ലുന്നത് യോമാർക്കൊന്നും ഇഷ്ടമല്ലെന്നുള്ള കാര്യം നീ ആദ്യം തിരിച്ചറിയണം. നിന്റെ കൂടെ ജോലി ചെയ്യുന്നവൻ വൈകുന്നേരം ഷാപ്പിലോട്ട് കയറി പിന്നെ പോയതുപോലെയല്ല തിരിച്ചു വരുന്നത്. പിന്നെ അവൻ കുടിച്ച് മത്തനായി വീട്ടിൽ കയറി സ്വസ്ഥതയില്ലാതെ പിള്ളേർക്ക് അവൻ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ വഴിയിലൊക്കെ ചിതറി തകർന്നുണ്ടെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് തല്ലി പോലീസ് കണ്ടാൽ പോലും ഇടിച്ച് അവൻ ചത്തുപോയ തൊപ്പി തെറിക്കുമെന്നുള്ള പേടിച്ച് എന്തോ ആയിക്കൊണ്ട് പോട്ടത്ത് കാണാതെയൊക്കെ പോകുമ്പോൾ നീ വിചാരിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു, നല്ലതാണ്, ഇതൊന്നും നല്ലതുള്ള കാര്യമല്ല. അതുകൊണ്ട് ആൾക്കാർ നിന്നെ പലതും പറഞ്ഞ് പല നിലകളിൽ നിന്നെ ഈ രീതിയിൽ വിശ്വാസത്തിൽ നിന്ന് പോരാടാൻ നിന്റെ ജോലി സ്ഥലത്തും നിന്റെ ജീവിത മേഖലയിലൊക്കെ പോരാടുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ശത്രു നിന്നെ വീഴ്ത്തിക്കളയും. നിന്റെ ജീവിതത്തെ വീഴ്ത്തിക്കളയാൻ, നിന്റെ വിശുദ്ധിയെ വീഴ്ത്തിക്കളയാൻ വേണ്ടി പിശാച് നിനക്ക് അവരെ പദ്ധതി ഒരുക്കും. മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ഒരു നല്ല പേരിൻ്റെ ഉടമയായിട്ട് നീ മരിക്കണം. നമുക്കെല്ലാവർക്കും ആതുര സേവന ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ ദൈവം നിനക്ക് നൽകിയ പ്രമാണത്തിന് വേണ്ടി മരണം വരെ ഉറച്ചു നിന്നാൽ നിന്റെ മരണ ശുശ്രൂഷയിൽ ഞങ്ങൾ പറയും നല്ല ഒരു സഹോദരിയായിരുന്നു, ആരാധനയ്ക്ക് കൃത്യമായി വരുമായിരുന്നു, പിള്ളേരുടെ മുന്നിൽ നല്ല സാക്ഷ്യം വഹിച്ചത് കൊണ്ട് പിള്ളേർ വഴിതെറ്റിപ്പോയില്ല, ആരാധനയ്ക്ക് വേണ്ടി
പിള്ളേരെ ഒരുക്കിക്കൊണ്ട് വരുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്സാഹിയായിരുന്നു, ആരാധിക്കുന്നവളായിരുന്നു. തെറ്റിപ്പോകാൻ ഒരുപാട് ചാൻസുകളും കഴുകന്മാരുടെ കൂട്ടത്തിൽ പറന്നുപോയി നശിക്കാൻ ഒരുപാട് അവസരങ്ങളും ഈ പറവകളെ കൂട്ടത്തിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും വിശുദ്ധിക്ക് വേണ്ടി സഹോദരി നിന്നു. നിത്യത ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കി എന്നൊരു നല്ല സാക്ഷി പറഞ്ഞ് നിന്റെ കുഴിമാടത്തിൽ അടക്കാനെങ്കിലും നീ അവസരം കൊടുത്തോളണം. കാൽവരയുടെ രക്തത്താലും ജയമെടുക്കുന്നു, നോക്കിക്കൊള്ളാം, സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഓരോരുത്തന്മാർ നിന്റെ പുറകിൽ വന്ന് കൂടും. അവസാനം പെട്രോൾ ഏത് സമയത്തും നിന്റെ മണ്ടയ്ക്കും വന്ന് വീഴാമെന്ന് നീ വളരെ കരുതിക്കൊള്ളണം. കൽവരയുടെ രക്തത്തിന്റെ ജയത്തിനായി സ്തോത്രം. ഇപ്പോൾ പെട്രോളിന്റെ കാലഘട്ടമാണ്. കുപ്പിയിൽ പെട്രോൾ പമ്പിൽ കൊടുക്കുന്നില്ലെങ്കിലും കുപ്പികൾക്കൊന്നും ക്ഷാമമില്ല. അതുകൊണ്ട് നോക്കിക്കൊള്ളാം, കൈത്താങ്കൾ തന്നുകൊള്ളാം, ഞാൻ നിന്നെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് പൈശാചിക ശക്തികൾ പല രൂപത്തിൽ നിന്റെ അകത്തോട്ട് വന്നു കയറുമ്പോൾ കുറിച്ചു വെച്ചോ, ഇന്നല്ലെങ്കിൽ നീ നിന്ന് കത്താൻ പോകുകയാണ്. അത് വരാതിരിക്കണമെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധിക്ക് വേണ്ടി നിന്റെ ജീവിതം പോരാടണം. നീ ആരാധിക്കുമ്പോൾ നിന്റെ തലമുറ എവിടെ? നീ ആരാധിക്കുമ്പോൾ നിന്റെ തലമുറ എവിടെ? നീ ആലയത്തിൽ വന്നപ്പോൾ നിന്റെ തലമുറ എവിടെ പോയി? കണക്ക് നീ കൊടുക്കേണ്ടി വരും. ഉപദേശയുടെ കുഴപ്പമല്ല, ജനത്തിന്റെ കുഴപ്പമല്ല, സഭയുടെ കുഴപ്പമല്ല. അത് നിന്റെ വിശുദ്ധിയുടെ കുറവ്, നിന്റെ വേർപാടിന്റെ കുറവ്, നിന്റെ തോന്നിവാസം, നീ ആവശ്യമില്ലാത്ത ജീവിച്ചത്, തലമുറയ്ക്ക് മാതൃകയില്ലാതെ മുന്നോട്ട് പോയത്. ഒരു തലമുറ പ്രമാണം തട്ടിയെറിഞ്ഞു, കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ് പിശാചിന്റെ കാലുകൾക്കിടയില് ബന്ധുക്കളായി മാറുമ്പോൾ ഓർത്തോ, ഒരു വലിയ ദുരന്തം നിന്റെ ഭവനത്തിനകത്ത് കേറാൻ പോകുന്നു. മടങ്ങിയുമോ വിരോധമണ്ഡമിന്റെ മഹിമ സന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ഇന്ന് മകനക്കാലം ഏൽപ്പിച്ചു കൊടുത്തുകൊള്ളണം. അതുകൊണ്ട് ഏതെങ്കിലും കുരങ്ങന്മാര് ചിരിക്കുമ്പോ നീ ചിരിക്കാൻ നിൽക്കരുത്. കല്യാണം കഴിയാത്തവരോടാണ് പറയുന്നെങ്കിലും കല്യാണം കഴിഞ്ഞവർക്കാണ് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. കല്യാണം കഴിഞ്ഞതൊക്കെ ഇപ്പോൾ അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിച്ചു പോകുന്നുണ്ട് കുറേയൊക്കെ. കല്യാണം കഴിഞ്ഞതും ഇവർ കിളവന്മാരാണ് സഹിക്കാൻ വയ്യാത്ത. വല്ലാത്ത കാലമാണ് വൃതന്മാരെ വരെ തെറ്റിക്കാൻ. നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ആദ്യം വിരലുകൾ എൻ്റെ നേരാണ് ചൂണ്ടുന്നത്. എനിക്ക് നല്ല ഉറപ്പോടുകൂടെ തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വളരെ വളരെ ശ്രദ്ധിക്കണം. കുടുംബജീവിതങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കണം. വിദേശത്തു നിന്നുള്ള ഭർത്താവ് നാട്ടിൽ വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നു. ബെഡ്ഷീറ്റിന്റെ അടിയിൽ ഭർത്താവ് ഉറങ്ങി എന്ന് കരുതി വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭാര്യയെ സ്വന്തം ഹൃദയം പോലെ സ്നേഹിക്കുന്ന സഹോദരൻ, ബഹ്റൈനിലുള്ള സഹോദരൻ അടുക്കളയ്ക്കകത്ത് കയറി വെട്ടുകത്തിയെടുത്ത് വെട്ടിക്കീറിക്കളഞ്ഞു. മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടു, പെട്രോൾ ഒഴിച്ച് ചുട്ടെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകുവശവും ചിന്തിക്കണം. നീ ആവശ്യമില്ലാത്തവനെയൊക്കെ സ്നേഹിക്കാൻ പോയത് എന്തിന്? അതിൻ്റെ പുറകിലും തെറ്റുണ്ട്. മര്യാദയ്ക്ക് ജീവിക്കണം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം? ശത്രു നിന്നെ വീഴ്ത്തിക്കളയും. എങ്ങനെ നിന്നെ വീഴ്ത്തും? മായ ലോകമാണ്. ദൈവസ്നേഹം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ലോകസ്നേഹത്തിൻ്റെ ലോക്ക് നിന്റെ മേൽ വീണാൽ അപ്പൻ അഴിക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് അഴിക്കാൻ പറ്റത്തില്ല. ലോകത്തിലെ ഒരു മനുഷ്യനും പിശാചിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ലോക്കാണ്. അതഴിക്കാൻ ഭയങ്കര പാടാണ്. ഗോദറേജിന്റെ പൂട്ടിനെയൊക്കെ നിസ്സാരമായി കള്ളന്മാർ തുറക്കുന്നുണ്ട്, പൂട്ടടിച്ച് പൊട്ടിച്ച്. അല്ലാതെ വലിയ വലിയ കോടികളുള്ള കാറുകൾ കള്ളന്മാർ സുഖമായി തുറന്നകത്ത് കയറി വണ്ടി ഓട്ടിച്ചു പോകുന്നുണ്ട്. ഏത് താക്കോലും അവൻ തുറക്കും. ലോകത്തിന് തുറക്കാൻ പറ്റും. പക്ഷേ പിശാച് ഒരു ലോക്കിട്ട് കഴിഞ്ഞാൽ, പിശാചിന്റെ സ്നേഹം മായാവലയത്തിനകത്ത് നിർമ്മിക്കപ്പെട്ട ലോക്കുണ്ട്. അത് നിന്റെ മേൽ വന്ന് വീണുപോയാൽ
ആ ലോക്കിനെ അഴിക്കാൻ പെറ്റ തള്ളയ്ക്ക് കഴിയില്ല, ജന്മം കൊടുത്ത അപ്പന് കഴിയില്ല, ഭർത്താവിന് കഴിയില്ല, ആർക്കും കഴിയത്തില്ല. പിന്നെ ഒരാൾക്ക് മാത്രമേ കഴിയൂ, ഉടയ തമ്പുരാന് മാത്രമേ ആ ലോക്കിനെ അഴിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വീഴാതെ വണ്ണം വളരെ സൂക്ഷിക്കണം. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കണമെങ്കിൽ നീ വിശുദ്ധിക്കു വേണ്ടി പോരാടണം. അല്ലാതെ ലോകപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ മാസത്തോടെ നടന്നിട്ട് ബൈജു പാസ്റ്റർ പറഞ്ഞില്ലേ വീഴാതെ വണ്ണം സൂക്ഷിക്കും. ഞാൻ അങ്ങനെ പ്രസംഗിച്ചില്ല. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം 2-3 വാക്യങ്ങൾ വിശുദ്ധന്മാർക്ക് വേണ്ടി വിശുദ്ധ ജീവിതത്തിന് സമർപ്പിക്കണം. പണം കാണുകയില്ല, കൊട്ടാരം കാണുകയില്ല, വലിയ വീടുകൾ കാണുകയില്ല, സൗധങ്ങൾ കാണുകയില്ല, ലോകപ്രകാരം നിനക്ക് പ്രശംസിപ്പാൻ ഒന്നും കാണില്ല. ചിലപ്പോൾ രാത്രിയും ഉച്ചയ്ക്കൊന്നും കഴിക്കാനും കാണില്ലെന്ന് വരാം. പട്ടിണി കിടന്നാലും വിശുദ്ധിക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിപ്പീൻ, നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത് ദൈവം എന്നെ വിളിച്ചത് നരകത്തിൽ പോകാനല്ല, എന്നെ വിളിച്ചത് അവനോടുകൂടെ നിത്യത വാഴുവാൻ വേണ്ടിയാണ്. ദൈവം എന്നെ വിളിച്ചത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ദൈവാത്മാവിൽ ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, വളരെ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടം വല്ലാത്ത കാലഘട്ടമാണ്. ഈ കാലഘട്ടം വല്ലാത്ത കാലഘട്ടം. ആരുടെയും കൈകളിൽ ഒതുങ്ങത്തില്ല, ആരുടെയും മുന്നിൽ വണങ്ങത്തില്ല, ആരുടെയും വാക്ക് കേൾക്കത്തില്ല. തന്നിഷ്ടക്കാരാണ്. ദൈവം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടോ? കാരണം അവന് പാപം ചെയ്യാമല്ലോ, തെറ്റ് ചെയ്യാമല്ലോ. ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ എവിടെയും പോയി അവന് പാപം ചെയ്യാം. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ കാണുന്നൊരു കണ്ണുണ്ടെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് അവൻ പറയുകയാണ്. ദൈവം ഇല്ലെന്ന് പറഞ്ഞിട്ട് പാപത്തിന്റെ ലൈസൻസ് എനിക്കില്ലെന്ന് പറഞ്ഞവൻ എവിടെയും പാപം ചെയ്യുകയാണ്. ആരാധിക്കുന്നവനെ അവൻ കളിയാക്കുകയാണ്, പ്രാർത്ഥിക്കുന്നവനെ അവൻ കളിയാക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നവനെ കളിയാക്കുന്നു, ബൈബിൾ എടുക്കുന്നവനെ കളിയാക്കുന്നു. അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവത്തെ വിളിച്ചിട്ട് എന്നാ കിട്ടി? അവൻ ചാകാതിരിക്കുന്നവ ദൈവത്തിന്റെ കൃപ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഉരുവായി പുറത്തു വന്നപ്പോ ജന്യ വന്ന് പിടഞ്ഞ് മരിക്കേണ്ട യവനെ ദൈവം തമ്പുരാൻ താങ്ങി പരിപാലിച്ചു വിടുവിച്ചു, ദേശത്തിൽ നിർത്തി. അർഹതയില്ലാത്ത സ്ഥാനങ്ങളും നന്മകളും ദൈവം കൊടുത്തപ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, നീ ആരടാ? ദൈവം ഉണ്ടോടാ? ആരാധിക്കുന്നവനെ നോക്കി കാമ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിലുള്ളവൻ ചിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ വായിച്ചത് കണ്ടില്ലേ? തന്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി കൂട്ടം കൂടി ഗൂഢാലോചന ചെയ്യുന്നവരെ കെട്ടഴിപ്പീൻ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് നീ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം. സ്നാനക്കടവിൽ ഇറങ്ങിയപ്പോൾ നിന്നോട് ചോദിച്ച ചോദ്യം നീ മറന്നു. പാപത്തെ ഉപേക്ഷിച്ച്, ലോകത്തെ മോഹങ്ങളെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനായി നിന്റെ ഹൃദയം കൊടുത്തിട്ടുണ്ടോ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ജനക്കല്ലറയുടെ നടുവിൽ വെച്ച് നിന്നോട് സ്നാപകൻ നിന്നോട് ചോദിച്ചപ്പോ നീ എന്നാ പറഞ്ഞത്? ഞാൻ യേശുവിനെ എന്റെ കർത്താവും എന്റെ രക്ഷിതാവും എന്റെ വീണ്ടെടുപ്പുകാരനുമായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന്. പാപത്തെ ഉപേക്ഷിച്ച്, ശാപത്തെ ഉപേക്ഷിച്ച്, പാപപ്രവൃത്തികൾ ഉപേക്ഷിച്ച് നീ എടുത്ത തീരുമാനത്തിന്റെ മേൽ ജലക്കല്ലറയിൽ വെച്ച് നിനക്ക് സ്നാനം തന്നു. അങ്ങനെ തീരുമാനമെടുത്ത നിന്നെ ആമേൻ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാകിയാലും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ മേലും സാക്ഷി വചനത്തിന്റെ മേലും നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം പറഞ്ഞ് നിന്നെ ജലക്കല്ലറയ്ക്കകത്ത് മുക്കി നിന്നെ പൊക്കിയെടുത്ത് വിടുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ജീവകിരീടം യേശുവിന്റെ നാമത്തിൽ ആർക്കാണ് ജീവകിരീടം കൊടുക്കുന്നത്? വിശുദ്ധന്മാർക്ക് വേണ്ടി, ആമേൻ, വിശുദ്ധിക്ക് വേണ്ടി. അവസാന ശ്വാസം വരെയും എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, പാപത്തോട് പോരാടുന്നവർ പ്രാണത്യാഗത്തോളം മരിക്കേണ്ടി വന്നാലും പകർക്കേണ്ടി വന്നാലും എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും എന്റെ യേശുവിന് വേണ്ടി
ഉപദേശി എന്നാ ചോദിക്കുമെന്ന് പറഞ്ഞ് നീ വരേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് പകലിക്കാലം നിന്റെ രക്ഷ നീ സൂക്ഷിച്ചു കൊള്ളുക, രക്ഷഭദ്രമാക്കിക്കൊള്ളുക. വരേണ്ടവൻ വേഗം വരാറായി. അവന്റെ ശബ്ദത്തിന്റെ കാൽച്ചുലമ്പലയുടെ ശബ്ദം അവിടെ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ദൈവം പറയുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന നിന്നെ വീഴാതെ വണ്ണം പരിപാലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ശക്തമായൊരു പ്രാർത്ഥനാ ജീവിതം, അടുക്കും ചിട്ടയായുള്ള ബൈബിൾ വായന, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പോകാതിരിക്കുക. വിശ്വാസികളായാലും അവിശ്വാസികളായാലും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കുക. സഭാരാഷ്ട്രീയം കളിച്ച് ശുശ്രൂഷ നശിപ്പിച്ച കുറെ എണ്ണമുണ്ട്. അതിന്റെ പുറകിലൊന്നും നീ പോകരുത്. സെക്രട്ടറി ആയില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് അറ്റാക്ക് വന്ന് ചാകുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവന്റെ ഒന്നും പുറകെ നീ പോകരുത്. നിന്റെ വിശുദ്ധിയും നിന്റെ വേർപാടും നിന്റെ രക്ഷയുടെ ഭദ്രതയും നീ പരിപാലിച്ച് നിന്റെ പ്രവാസകാലം നീ ഭയത്തോടെ കഴിച്ചുകൊള്ളണം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത്. പിശാച് നിന്നെ വഞ്ചിക്കരുത്. പിശാച് നിന്നെ തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ഹുമനിയോസ് അലക്സാണ്ടറുടെ വിശ്വാസ കപ്പലിനെ തകർത്തു കളഞ്ഞു. ലോകപ്രസിദ്ധന്മാരായ പലരെയും പിശാച് തകർത്തു കളഞ്ഞു. അതുകൊണ്ട് ദൈവാത്മാവ് നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവളാണെങ്കിൽ വീഴാവണ്ണം. ബൈബിളും വായിക്കാതെ 24 മണിക്കൂറും സീരിയലും 24 സിനിമയും കാണുന്ന നിന്നെ നോക്കിക്കോ, നിന്റെ കുടുംബത്തെ അവൻ പിഴുതെറിഞ്ഞു കളയും. സ്തോത്രം. സീരിയലിന്റെ സമയത്തും സിനിമയുടെ സമയത്തും പായിട്ട് മുഴങ്കാലും അടക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വയറു വലിച്ചിറക്കി കെട്ടി ഉപവസിച്ച് പ്രമാണത്തിന് വേണ്ടി നീ നിന്റെ കൂടാരത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇടിച്ചവനകത്ത് കയറും. യേശുവിന്റെ രക്തത്താൽ ജയം. നിന്റെ അഭിഷേകം എവിടെ? നിന്റെ കൃപ എവിടെ? നിന്റെ ആരാധന എവിടെ? നിന്റെ ആത്മബലം എവിടെ? നിന്റെ ദൈവകൃപ എവിടെ? നിന്റെ ആദ്യ സ്നേഹം എവിടെ? ഓ ഹല്ലേലൂയ. വിനാദുവണ്ണമിന്റെ മഹിമാസന്നതിയിൽ നിഷ്കളങ്കതയോടെ നിർത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേര് തയ്യാറാണ്? ആരെയാ ദൈവം താങ്ങുന്നേ? ആരെയാണ് ദൈവം താങ്ങുന്നേ? വീഴുന്നവനെയാണ് താങ്ങുന്നേ. ആരാ വീഴാൻ സാധ്യതയുള്ളവൻ? ആരാ? ഇരിക്കുന്നവൻ വീഴത്തില്ല. പിന്നെ ആരാ വീഴുന്നേ? ഈ സൈക്കിളിൽ ചവിട്ടുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നവൻ സൈക്കിൾ ചവിട്ടാതിരുന്നാൽ എന്നാ ചെയ്യും? സൈക്കിള് ചവിട്ടുന്നവൻ സൈക്കിളും കൊണ്ട് നടന്നാൽ വീഴുകയില്ല. സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നവൻ ചവിട്ടാതിരുന്നാൽ, ഒരു ചെറിയ തേരി വന്നു, ചവിട്ടിയില്ല, എന്തോ ചെയ്യും? വീഴും. പ്രാർത്ഥിക്കുന്നവൻ തുടർമാനമായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യും? വീഴും. നീ വീഴാതിരിച്ച് മടങ്ങി വരാൻ വേണ്ടിയാ ഈ പ്രസംഗിക്കുന്നേ. നീ ഇവിടെ കാണണമെന്നാണ് ആഗ്രഹം. 2 കൈയടിച്ച് സ്വോത്രവും പറഞ്ഞ് കസേരകൾ ഓടിച്ചിട്ട് ആരാധിച്ച് ചാടിപ്പോകാനല്ല നിന്നെ ദൈവം വിളിച്ചത്. ഹോസന്ന ഏജി വർഷിപ്പ് സെന്റർ, യേശു ക്രിസ്തുവിന്റെ വരവ് വരെ നീ ഇവിടെ ജീവനോടെ നിന്ന് ആരാധിക്കണം. സ്വത്രം പറഞ്ഞ് ആകാത്ത മേഖലകൾ ചെന്ന് ചാടി ഇനി ഞങ്ങൾ പള്ളി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാ നിനക്ക് വാണിംഗ് തരുന്നത്. സ്വത്രം. ദൈവത്തിന്റെ കൃപയാൽ ഇവനകത്ത് ഒരു കുറവും ഇതിനകത്തില്ല. പ്രാർത്ഥനയ്ക്ക് കുറവില്ല, ആരാധനയ്ക്ക് കുറവില്ല, ഉപവാസത്തിന് കുറവില്ല, പാസ്റ്റർമാർക്ക് കുറവില്ല. ഏത് പാതിരാത്രി ഏത് മെഡിക്കൽ കോളേജിലും വരുന്ന ഉപദേശിമാര് ഒന്നിനും കുറവില്ല.
ഞാനും ബദർ സാമുമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച 10 മണിക്ക് ഞങ്ങൾ തിരിച്ചു. മല്ലപ്പള്ളി വഴി കയറി പാലാ വഴി തൊടുപുഴ മല്ലപ്പള്ളി കൺവെൻഷൻ കഴിഞ്ഞ് തൊടുപുഴയിലെ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ പോയി. ഇന്നലെ രാത്രി വീട്ടിൽ വന്നപ്പോൾ രാവിലെ 3 മണിയായി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ. സ്തോത്രം. മല്ലപ്പള്ളി ചെന്നപ്പോൾ ഏകദേശം 3 കുടുംബക്കാർ വീട്ടിൽ ഒരുമിച്ച് കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവർ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ ചോദിക്കാൻ ആരുമില്ല, ഞങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യാൻ ആരുമില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. ചോദിച്ചു നോക്കിയതാ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. നിനക്കൊരു കുറവും ദൈവം ഇവിടെ വരുത്തിയില്ല. ഇന്ന് പകലിൽ ഈ ആരാധനയ്ക്കകത്തൊരു തീരുമാനമെടുക്കണം. ഞാൻ വിശുദ്ധിക്ക് വേണ്ടി പോരാടും. യാക്കോബ് പറയുന്നു, പിശാചിനോട് എതിർത്തു നിൽക്കുവിൻ. പിശാചിനോട് എതിർക്കണം. പിശാചിനോട് എതിർക്കാൻ നിനക്ക് പറ്റത്തില്ല. ദൈവം നിന്റെ കൂടെ ഇരിക്കും. അതാ പറഞ്ഞത്, വീഴാതെ വണ്ണം നീ എതിർക്കാൻ തുടങ്ങുമ്പോൾ നീ അറിയാതെ ദൈവത്തിന്റെ കൈ നിന്റെ കയ്യിൽ വന്ന് കേറും. ദാവീദിന്റെ കല്ലുകൊണ്ട്, ശക്തി കൊണ്ടല്ല, ബലം കൊണ്ടല്ല ഗോലിയാത്ത് വീണത്. അവൻ എറിഞ്ഞു, ശരിയാണ്, പക്ഷേ അവനെ തള്ളിയിട്ടത് ദൈവത്തിന്റെ കരമായിരുന്നു. നീ അവനോട് എതിർക്കണം. നീ എതിർക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് അറിയാം നിനക്ക് ജയിക്കാൻ കഴിയത്തില്ലെന്നറിയാം. അവിടെയാണ് ദൈവത്തിന്റെ കൃപ വരുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ അഭിഷേകം വരുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ നിറവ് വരുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടശക്തികളോട് നീ പോരാടി നിൽക്കുമ്പോൾ ദുർദിവസത്തിൽ ദൈവം നിനക്കൊരു സർവായുധവർഗം തന്നിട്ടുണ്ട്. പ്രാർത്ഥനയുടെ അഭിഷേകം, ആരാധനയുടെ അഭിഷേകം, ആത്മനിറവിന്റെ അഭിഷേകം. നീ എതിർക്കണം. നീ പാപത്തെ എതിർക്കണം. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കാൻ വരുന്നവനെ നീ എതിർക്കണം. നിന്റെ ഭാവിക്ക് അവരെ നുഴഞ്ഞു കയറി നിന്നെ നശിപ്പിക്കാൻ വരുന്ന ദുഷ്ടപിശാചിനെ നീ എതിർക്കണം. ഇരുളിന്റെ മണ്ഡലത്തെ നീ എതിർക്കണം. അവന്റെ പോരുകളെ നീ എതിർക്കാൻ തുടങ്ങുമ്പോൾ ദൈവം കാണുമിതോ എന്റെ ഭക്തൻ സാത്താനോട് എതിർക്കുമ്പോൾ അവൻ പടകിൽ എഴുന്നേൽക്കും. ഗ്ലോറി. നിന്നെ മുക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്റെ പടകിനെ തള്ളി തകർത്തു കളയുവാൻ കയറി വരുമ ശക്തിയെ നീ എതിർക്കാൻ തുടങ്ങണം. നീ പ്രാർത്ഥിച്ചെതിർക്കണം. നീ വിശുദ്ധിയിൽ നിന്ന് എതിർക്കണം. നീ വേർപാടിൽ നിന്ന് എതിർക്കണം. നീ കൃപയിൽ നിന്ന് എതിർക്കണം. നീ ആത്മാവിൽ എതിർക്കണം. നീ ആത്മമണ്ഡലത്തിൽ എതിർക്കണം. ദൈവകൃപയ്ക്ക് വേണ്ടി എതിർക്കണം. നിന്നെ വിളിച്ചത് മനുഷ്യനല്ല, നിന്നെ വിളിച്ചത് ദൈവമാണ്. നിന്നെ വിളിച്ചത് സംഘടനകളല്ല, നിന്നെ വിളിച്ചത് ദൈവമാണ്.